ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും എന്തു പറയുന്നു? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കറി വെക്കാനൊന്നും ഇല്ലെന്നും പറഞ്ഞ് മടിച്ചിരിക്കണ്ട. 2 ഉള്ളി ഉണ്ടോ എന്നതാ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. സൂപ്പർ കറി, നമ്മുടെ ഉള്ളി മാത്രം മതി. എന്താ നോക്കിക്കോളൂ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. പെട്ടെന്ന് തന്നെ കാര്യം നടക്കും, എന്നാൽ അധികം രുചികരമായിട്ടുള്ള ഒരു കറിയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഉള്ളി മാത്രം മതി. ഉള്ളിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഉള്ളി തീയലല്ല. തീയൽ നമുക്കറിയാം, തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുന്നതാണ് ഉള്ളി തീയൽ. ഇത് വളരെയധികം ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് കറി റെഡിയാവുകയും ചെയ്യും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഒരു വലിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി നടുകെ പിളർത്തിയത്, ഒരു 7-8 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നല്ല ഗോൾഡൻ നിറമാവുന്നിടം വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ കഴിച്ച് കണ്ടല്ലോ. ഒരല്പം കടുകും ഇച്ചിരി ഉലുവായും ഇട്ട് മൂപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിയൊക്കെ ഇടേണ്ടത്. അതിന് ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി എന്ത് ചെയ്യും, വഴന്ന് കിട്ടും. ഇച്ചിരി കൂട്ടി അങ്ങ് ഇട്ടേക്കുക. അപ്പോൾ പിന്നെ ചേരുവകളൊക്കെ ചേർക്കുമ്പോൾ പിന്നെ വേണമെങ്കിൽ മാത്രം നമുക്ക് ഉപ്പിട്ടാൽ മതിയാകും. ഒരു ഗോൾഡൻ നിറമാകുന്നതും വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് അധികം ഉള്ളി മാത്രം ആയതുകൊണ്ട് അധികം പുളി ആവശ്യമില്ല. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് കുതിർന്ന് പാകത്തിന് ഞെരടി എടുക്കുമ്പോൾ നല്ലപോലെ കലിഞ്ഞു കിട്ടും. അപ്പം നമുക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഈ വഴന്ന് വന്ന ഉള്ളിക്കകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഉള്ളി, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടെ ഉലുവ മൂത്തതും എല്ലാം കൂടെ വരുമ്പോഴത്തേന് പൊടിയെല്ലാം മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. ഈ പരുവത്തിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം, ഒരുപാട് പുളി വേണ്ട, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി മതി. അത് നേരത്തെ നമ്മൾ കുതിരാൻ വെച്ച് അത് ഞെരടി ഒഴിച്ച് ഇതിലേക്ക് ഇനി ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലൊക്കെ മിക്സ് ചെയ്യുക. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇച്ചിരി ഉപ്പ് കൂട്ടിയിട്ടത് കൊണ്ട് അതിനകത്ത് ഉപ്പ് പാകത്തിനുണ്ട്. ഈ സമയം ഒരു 2 പച്ചമുളകും കറിവേപ്പിലയും അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലൊക്കെ ഒന്ന് ഇളക്കി അത് ഒന്ന് അടച്ച് വെച്ച് ഈ ഗ്രേവി ഒന്ന് തിക്കായി വരണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറുണ്ണാനായിട്ടും ചപ്പാത്തി കഴിക്കാനും ഒക്കെ നല്ല രുചിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. കറി വെക്കാനൊന്നുമില്ല എന്നും പറഞ്ഞ് അച്ചായന്മാർ കറി വെക്കാൻ കൊണ്ടുവരുന്നിടം വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഉള്ളിക്കൊട്ടയിൽ നിന്ന് ഒരു ഉള്ളി എടുക്കുക, കറി വെക്കാനങ്ങ് ആരംഭിക്കുക. എങ്ങനെയുണ്ട്? ഇപ്പം തന്നെ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാനായിട്ട് തോന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഉള്ളി മാത്രം മതി, ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം. ആ കായത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലും വായിൽ വെള്ളം വരുന്നു ഇപ്പം തന്നെ. നോക്കിക്കേ, അസാധ്യ ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോഴേ ഇതുപോലുള്ള സിമ്പിൾ ടിപ്പ് കൊണ്ട് ഞാൻ വരികയുള്ളൂ. ഓക്കെ.